Hi folks, Forex Masterclass, one of the most important video ആണിത്. So smart money tool, smart money technique അല്ലെങ്കിൽ smart money time SMT. So നമുക്ക് ഒരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ പ്രൈസ് വന്ന് ടാപ്പ് ചെയ്ത് കഴിയുമ്പം ഉണ്ടാവുന്ന ഒരു കൺഫർമേഷൻ ടൂൾ ആണ് നമുക്ക് SMT എന്ന് പറയുന്നത്. സോ നമുക്ക് SMT എന്താന്ന് പെർട്ടിക്കുലർ ആയിട്ട് നോക്കാം. നമുക്ക് ഈവൻലി മൂവ് ആവുന്ന ഒന്ന് രണ്ട് കോറിലേറ്റഡ് പെയറുകൾ കാണും. ഫോർ എക്സാമ്പിൾ ഇപ്പം എന്താ പറയാ നാസ്ഡാക്കും അതേപോലെ തന്നെ നാസ്ഡാക്കിന്റെ കോറിലേറ്റഡ് പെയർ ആയിട്ടുള്ള S&P 500ന്റെ ESഉം അതേപോലെ ഇപ്പം ഗോൾഡിലാണെങ്കിൽ ഗോൾഡ് യൂറോ ഗോൾഡ് ഡോളർ അതേപോലെ ഇപ്പം യൂറോ USD ആണെങ്കിൽ യൂറോ USD GBP USD അപ്പം ഇതേപോലെ കോറിലേറ്റഡ് പെയറുകൾ കാണും നമുക്ക്. ഇപ്പൊ ബോണ്ടിന്റെ കേസിലാണെങ്കിൽ 5 ഇയർ ബോണ്ട് 10 ഇയർ ബോണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കോറിലേറ്റഡ് കാര്യങ്ങളുണ്ട്. സോ നമുക്ക് സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ പെയറുകൾ നമുക്ക് ഭയങ്കര സിമിലർ ആയിട്ടാണ് മൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ഈ ഒരു പ്രൈസ് ആക്ഷൻ സെയിം റെപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് ഈ ഒരു ഏരിയയിൽ കാണാൻ പറ്റും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് അത് സിമിലർലി കോറിലേറ്റഡ് ആണ്. മൾട്ടിപ്പിൾ ആൽഗോരിതംസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്, പക്ഷെ അത് സിമിലർ രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. കാരണം ഇപ്പൊ S&P എന്ന് പറയുന്ന ആൾക്കാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇപ്പോൾ ടോപ്പ് 500 കമ്പനീസിന്റെ ബേസിലാണ്. അതേപോലെ ഇതിനകത്ത് നമുക്കിപ്പോ ടോപ്പ് 100 കമ്പനീസ് ടെക് ബേസ്ഡ് കമ്പനീസിന്റെ വെയിറ്റേജ് ആണ്, അതിന്റെ ഡെറിവേറ്റീവ് ആണെന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു വെച്ചേക്കുന്നത്. സോ ഇത് വളരെ കോറിലേറ്റഡ് ആയിട്ടാണ് മൂവ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പം യൂറോ USDയുടെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ യൂറോ USD ഇങ്ങനെയാണ് മൂവ് ചെയ്യാൻ പോകുന്നത്. സോറി, ഇത് നാസ്ഡാക്ക് ആണ്. യൂറോ USD ഇങ്ങനെയാണ് മൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ സെയിം ടൈമിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഡോളർ ഇൻഡെക്സ് മൂവ് ചെയ്യാൻ പോകുന്നത്, DXY. സോ ഇങ്ങനെ കോറിലേറ്റഡ് ആയിട്ടുള്ള പെയറിൽ ഒരു ക്രാക്ക് ഫോം ആവും. എന്ന് വെച്ചാൽ അവർ ഡീകപ്പിൾ ആവും. ഡീകപ്പിൾ ആവുന്നത് മോസ്റ്റ്ലി ഒരു മേജർ മൂവിന്റെ ടൈമിലോ ഒരു മേജർ ഇവന്റിന്റെ ടൈമിലോ ഒക്കെയാണ് അവർ ഡീകപ്പിൾ ആവുന്നത്. സോ ആ ഒരു ഡീകപ്പിളിങ്ങിന് ശേഷം കപ്പിൾ ആവുന്നതിന്റെ ഇതാണ് നമ്മുടെ SMT ഫോം ആവുന്നത്. സോ ഒരു SMT ഫോം ആവുന്നത് പ്രൊട്ടക്റ്റഡ് ലോസ് ഫോം ആവാനാണ്. ചുമ്മാ നമുക്ക് ഒരു ഹയർ ഹൈ ഹയർ ലോ ഒരു ബ്രേക്കർ ഫോം ആയി ഒരു മിറ്റിഗേഷൻ ഫോം ആയി അങ്ങനത്തെ രീതിയിലല്ല നമ്മൾ കറക്റ്റ് മാർക്കറ്റ് നോക്കുന്നത്. സോ അതാണ് നമ്മുടെ എൻട്രി പാറ്റേൺ, എൻട്രി ടെക്നിക്. പക്ഷെ SMTയുടെ പുറകിൽ ഡീപ്പർ മീനിങ്സ് ഉണ്ട്. ആ ഒരു ഡീപ്പർ മീനിങ്ങിലൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇതാണ് നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു ഫോം ഓഫ് SMT. സോ നമ്മുടെ പ്രൈസ് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ റീച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു പ്രൈസ് ആ ഒരു മാക്രോ ഈ ടൈമിൽ നമ്മുടെ എക്സാക്ട്ലി ഒരു ലോവർ ലോ ഫോം ചെയ്യുന്നു. മീൻവൈൽ നമ്മുടെ കോറിലേറ്റഡ് പെയർ ആയിട്ടുള്ള പെയർ നമുക്കൊരു ലോവർ ലോ ഫോം ചെയ്ത് ഒരു ഹയർ ലോ ഫോം ചെയ്യുന്നു. സോ നിങ്ങളുടെ ബേസിക് നോളജ് അനുസരിച്ച് ഇവിടെ ഒരു ഗ്യാപ്പ് വന്നു, അതേപോലെ ഇവിടെയും ഒരു ഗ്യാപ്പ് വന്നു. ഓക്കെ, ഇവിടെയും ഒരു ഗ്യാപ്പ് വന്നു. നിങ്ങൾക്ക് അപ്പം അതൊരു ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് കൺഫേം ചെയ്യാം. എന്തിന്റെയൊക്കെ ബയാസിലാണ് ഇതൊരു സ്പെസിഫിക് ടൈമിൽ ഒരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഒരു ഒബ്വിയസ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ് അത് ടാപ്പ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയാ ഒരു സോളിഡ് ബ്രേക്കർ ബ്ലോക്ക് ആയിട്ടും ഒരു സോളിഡ് മിറ്റിഗേഷൻ ബ്ലോക്ക് ആയിട്ടും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് നിങ്ങളൊക്കെ കണ്ടിരിക്കുന്ന ഒരു ബേസിക് SMT പ്രിൻസിപ്പിൾ. നിങ്ങൾ എന്താ പറയാ ഇവിടെ നിങ്ങൾ എൻട്രീസ് നിങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ട്, ഇതിന്റെ ഇടയിൽ നിങ്ങൾ ഇൻവേർഷൻസ് നോക്കാറുണ്ട്. സോ SMTയുടെ വേറൊരു ഫോമാണ് ഒരു അസറ്റ് പെയർ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് റീച്ച് ചെയ്തിട്ട് തിരിച്ചു പോകുന്നു. അതേസമയം അടുത്തൊരു അസറ്റ് പെയർ ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് റീച്ച് ചെയ്യാതെ തിരിച്ചു പോകുന്നു. സോ ഇതും ഒരു ഫോം ഓഫ് SMT ആണ്. ഇത് നമ്മുടെ ഹയർ ടൈം ഫ്രെയിംസിലാണ് ഇതാവുന്നത്. കാരണം ഇത് ഒരു 15 മിനിറ്റ് ചാർട്ടാന്ന് വെച്ചോ. നമുക്ക് 15 മിനിറ്റ് ചാർട്ടിൽ നാസ്ഡാക്ക് നമ്മുടെ ഒരു ലിക്വിഡിറ്റി എടുത്തു, അതേസമയം നമ്മുടെ എന്താ പറയാ ES എന്ന് പറയുന്ന കോറിലേറ്റഡ് ആയിട്ടുള്ള പെയർ നമ്മുടെ റിജക്ഷൻ ബ്ലോക്കിൽ നിന്ന് ടാപ്പായി തിരിച്ചുപോയി, അല്ലെങ്കിൽ ആ ഒരു ലിക്വിഡിറ്റി എടുക്കേണ്ട ഒരു വിക്കിന്റെ ഇതിൽ ടാപ്പായി തിരിച്ചുപോയി. അങ്ങനത്തെ ഒരു സിനാരിയോ ആണ്. രണ്ടാമത് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സെയിം ഹയർ ടൈം ഫ്രെയിം SMTയിൽ തന്നെ നമുക്ക് ഇപ്പൊ ഒരു ബുള്ളിഷ് മാർക്കറ്റ് ആണെങ്കിൽ നമ്മുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രൈസ് റിട്രേസ് ആയിട്ട് ഒരു ഗ്യാപ്പിൽ വന്ന് റിട്രേസ് ആയിട്ടാണ് പ്രൈസ് ബുള്ളിഷ് മൂവ് കണ്ടിന്യൂ ചെയ്യുന്നതെന്ന്. ഈ ഒരു സെയിം സിനാരിയോ നമുക്ക് നമ്മുടെ കോറിലേറ്റഡ് പെയറിൽ നോക്കുവാണെങ്കിൽ ആ ഒരു ഗ്യാപ്പിലേക്ക് പ്രൈസ് മൊത്തത്തിൽ റിട്രേസ് ആവാതെ കണ്ടിന്യൂ ആവുന്ന സിനാരിയോ ഉണ്ട്. ഇതും ഒരു ഹയർ ടൈം ഫ്രെയിം SMT ആണ്. നമുക്കൊരു നിങ്ങളുടെ എൻട്രി ടൈം ഇപ്പൊ 1 മിനിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 15 മിനിറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു സിഗ്നേച്ചർ നിങ്ങൾക്ക് മനസ്സിലാവാവുന്നതാണ്. അലോങ് വിത്ത് നമ്മുടെ ഇത്രയും നാൾ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഇപ്പൊ ഒരു ക്ലാസിക് ബൈ ഡേയിലാണ് ഇങ്ങനത്തെ ഒരു സിനാരിയോ നടക്കുന്നത്. ബൈ ഡേയിൽ നമുക്ക് ഫുൾ ലൈക്ക് ഓവർനൈറ്റ് ബൈയിങ് ആയിരുന്നു, ലൈക്ക് ബുള്ളിഷ് ആയിരുന്നുവെങ്കിൽ
പ്രൈസ് റിട്രേസ് ആയിട്ട് ഇവിടെ ഒരു SMT ഫോം SMR സ്മാർട്ട് മണി റിവേഴ്സൽ ഫോം ആയിട്ടാണ് തിരിച്ചു കിടക്കുന്നത്. അതേസമയം ഇവിടെ ഇവിടെ ഇത് കണ്ടോ, നിങ്ങൾക്ക് ഇവിടെയും ഒരു SMT ഫോം ചെയ്തു വിത്ത് എ ഗ്യാപ്പ്. ആ സെയിം രീതിയിൽ നിങ്ങൾക്ക് ലൈക്ക് ഇവിടെ SMT ഫോം ചെയ്തു. അതിന്റെ കൂടെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം സൂം ചെയ്ത് നോക്കുവാണെങ്കിൽ ഈ ഒരു സ്പെസിഫിക് പോർഷനിൽ നിങ്ങൾക്ക് ഒരു SMR ഫോം ആവുന്നുണ്ട്. ആ ഒരു SMRലും നിങ്ങൾക്ക് വളരെ ചെറിയൊരു SMT കാണാൻ പറ്റും. ആ ഒരു SMT ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു SMT നിങ്ങൾക്ക് ആ ഒരു ചെറിയ ഗ്യാപ്പിൽ നിങ്ങൾക്ക് കിട്ടും. ഒരു ഇത് ബ്രേക്കർ ഫോം ആവും, ഒരു ഇത് മിറ്റിഗേഷൻ ഫോം ആവും. സോ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായോ ഓവറോൾ ഒരു SMTയുടെ ലോജിക്? നിങ്ങൾക്ക് ഈ ഒരു എക്സാക്ട് ഈ ഒരു സ്കിമാറ്റിക് നിങ്ങൾക്ക് ഒരു SMTയുടെ ലോജിക്ക് മനസ്സിലായി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. കാരണം ഈ ഒരു ഹയർ ടൈം ഫ്രെയിം SMTക്കകത്ത് ഒരു ലോവർ ടൈം ഫ്രെയിം SMT, നമുക്ക് ഹയർ ടൈം ഫ്രെയിം SMT നമ്മുടെ ബയാസസ് എന്താ പറയാ നാവിഗേറ്റ് ചെയ്യാനും നമ്മുടെ ലോവർ ടൈം ഫ്രെയിം SMTs നമുക്ക് എൻട്രീസ് ഫോം ചെയ്യാം. നിങ്ങൾക്ക് അത് എക്സാക്ട്ലി ക്ലിയർ ആയെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ഇതാണ് സ്മാർട്ട് മണി ടൈം അല്ലെ സ്മാർട്ട് മണി ടെക്നിക് എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത് നമുക്ക് പ്രൊട്ടക്റ്റഡ് ലോസ് എന്താന്ന് നോക്കാം. പ്രൊട്ടക്റ്റഡ് ലോസ് എന്താന്ന് വെച്ചാൽ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്ന് പ്രൈസ് ബ്രേക്കർ ക്രിയേറ്റ് ആയി തിരിച്ചു പോയി, ബ്രേക്കറോ നമ്മുടെ മിറ്റിഗേഷൻ ഗ്യാപ്പോ എന്തെങ്കിലും ക്രിയേറ്റ് ആയി തിരിച്ചു പോയെന്ന് വെച്ചോ, ഈ ഒരു സ്പെസിഫിക് ടൈമിൽ നമുക്ക് ഈ ഒരു ലോയെ വിളിക്കുന്ന പേരാണ് നമ്മൾ പ്രൊട്ടക്റ്റഡ് ലോ എന്ന്. ഈ ഒരു ലോയെ നമ്മൾ എക്സാക്ട്ലി പ്രൊട്ടക്റ്റഡ് ലോ എന്ന് വിളിക്കാനായിട്ട് ഈ ഒരു ലോ ഫോം ആവുന്ന സമയം ഒരു സ്പെസിഫിക് ടൈം ആയിരിക്കും. അത് പല ടൈം പീരീഡിലും ഓരോ സ്പെസിഫിക് ടൈംസ് ആയിരിക്കും ഫോം ആവുന്നത്. നമുക്ക് ഫോർ എക്സാമ്പിൾ 906 എന്ന് എടുക്കാം. സോ 906 നമുക്കൊരു ടൈം ഫോം, നമുക്കൊരു SMT ഫോം ആയി. നമ്മുടെ മാർക്കറ്റ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ചെയ്ത് നമുക്ക് റിവേഴ്സൽ കിട്ടി. ഇത് AM ആണ്. സോ US ടൈം. സോ ഈ ഒരു സ്പെസിഫിക് ലോ നമ്മുടെ സ്മാർട്ട് മണി ടൈം എന്ന് വിളിക്കാൻ കാരണം അതാണ്. ആ ഒരു സ്പെസിഫിക് ടൈമിൽ ക്രിയേറ്റ് ചെയ്ത ആ ലോയുടെ താഴെ പിന്നെ പ്രൈസ് ബുള്ളിഷ് ആണ്, ഒരിക്കലും പ്രൈസ് താഴെ വരില്ല. നിങ്ങൾക്ക് SMTs ഫോം ആയി കഴിഞ്ഞാൽ ആ ഒരു ലോ പ്രൊട്ടക്റ്റഡ് ആണ്. ആ ഒരു ലോയിലേക്ക് പ്രൈസ് പിന്നെ ഒരിക്കലും റീച്ച് ചെയ്യില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസസ് അവിടെ ട്രെയിൽ ചെയ്യാവുന്നതാണ്. കാരണം ആ ഒരു SMTs ഫോം ആവുന്നത് തന്നെ, നമുക്ക് ക്രാക്കിൻ കോറിലേഷൻസ് ഫോം ആവുന്നത് തന്നെ നമുക്ക് ആ ഒരു പ്രൊട്ടക്റ്റഡ് ലോസ് ക്രിയേറ്റ് ചെയ്ത് പോകാനാണ് ക്രാക്കിൻ കോറിലേഷൻസ് ഫോം ആവുന്നത്. സോ നമുക്ക് ഈ SMTയുടെ വീഡിയോയിലേക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഇറങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആയിരിക്കും ഇപ്പം നിങ്ങളുടെ ഐ ഓപ്പൺ ആവാൻ പോകുന്നത്. നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്തി, പ്രൈസ് ബ്രേക്കർ ക്രിയേറ്റ് ചെയ്തു, പ്രൈസ് റാലി ആയി, പ്രൈസ് തിരിച്ച് ഇവിടെ വന്നു, പിന്നെ റാലി ആയി, ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു പറഞ്ഞു, തിരിച്ച് ഇവിടെ ഗ്യാപ്പിൽ വന്നു, പിന്നെ പൊങ്ങി താന്നു, പൊങ്ങി. ഓക്കെ, ഇതാണ് നമ്മുടെ ഓവറോൾ പ്രൈസ് ഡെലിവറി. ഈ സെയിം ടൈമിൽ ഞാൻ അതിന്റെ ഗ്യാപ്സും എല്ലാം മാർക്ക് ചെയ്യാം. 1 മിനിറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റ് മൂവ് ആവുന്നത്. അതിനകത്ത് ഫസ്റ്റ് സ്റ്റേജ് അക്യുമുലേഷൻ, സെക്കൻഡ് സ്റ്റേജ് അക്യുമുലേഷൻ, തേർഡ് സ്റ്റേജ് അക്യുമുലേഷൻ, ഇങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ആവുന്നത്. സോ ഈ ഒരു സെയിം സ്കീമാറ്റിക് നമുക്ക് കോപ്പി ചെയ്ത് നമ്മൾ ഇപ്പുറത്ത് യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കോറിലേറ്റഡ് പെയർ ആക്ട് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ കോറിലേറ്റഡ് പെയർ ആ ഗ്യാപ്സിൽ ടച്ച് ചെയ്യാതെ നമുക്ക് മൈനർ SMTs തന്നുകൊണ്ടിരിക്കും. സോ ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ സ്റ്റോപ്സ് ട്രെയിൽ ചെയ്യാനായിട്ടുള്ള ബിലീഫുകളും നമ്മളെ ട്രേഡ് കറക്റ്റ് ആണെന്നുള്ള ബിലീഫും നമുക്ക് ഫോം ആവുന്നത്. ഓക്കെ, സോ ഇവിടെ എല്ലാം ആ ഗ്യാപ്സിൽ ടാപ്പ് ചെയ്തിരിക്കുന്നു. പക്ഷെ നമ്മുടെ ഈ ഒരു എന്താ പറയാ, നമ്മുടെ കോറിലേറ്റഡ് പെയർ നമ്മുടെ ഗ്യാപ്സിൽ ടാപ്പ് ചെയ്തില്ല. നമ്മുടെ ഗ്യാപ്സിന്റെ മേളിലാണ് വന്നിട്ടാണ് റിട്രേസ് ആയി തിരിച്ചു പോയിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഒരു ഹയർ ടൈം ഫ്രെയിം ബയസ് ഫോം ചെയ്യുമ്പോഴോ നിങ്ങൾക്ക് ഒരു ലോവർ ടൈം ഫ്രെയിം ബയസ് ഫോം ചെയ്യുമ്പോഴോ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നോക്കാവുന്നതാണ്. കാരണം പ്രൈസിന്റെ ഓരോ ലെഗും നമുക്ക് ഫ്രാക്റ്റൽ ആണ്. നമുക്കപ്പം ഇതൊക്കെ നിങ്ങൾക്ക് കുറച്ച് ഇതായിരിക്കും. നമുക്ക് ഈ ഒരു സ്പെസിഫിക് പോയിന്റ്, നമുക്ക് ഈ ഒരു കോറിലേറ്റഡ് പെയർ ഡിലീറ്റ് ചെയ്യാം. നമുക്ക് നിങ്ങൾക്ക് ഈ ഒരു സ്പെസിഫിക് പോയിന്റ് ഞാനൊന്ന് സൂം ഇൻ ചെയ്ത് നോക്കുവാണെങ്കിൽ, ഈ ഒരു സ്പെസിഫിക് പോയിന്റ് എന്ന് വെച്ചാൽ നമുക്ക് പ്രൈസ് ബുള്ളിഷ് ആയിരുന്നു. ഈ ഒരു സ്പെസിഫിക് ഈ ഒരു പ്രൈസിലേക്ക് മാത്രം ഞാൻ സൂം ചെയ്യുവാണ്. സോ ആ ഒരു പ്രൈസ് ലെഗില് നമുക്ക് പ്രൈസ് ബുള്ളിഷ് ആയിരുന്നു, തിരിച്ച് റിട്രേസ് ആയി, തിരിച്ച് ബുള്ളിഷ് ആയി, തിരിച്ച് റിട്രേസ് ആയി, തിരിച്ച് ബുള്ളിഷ് ആയി. ഈ ഒരു പാറ്റേൺ നമ്മുടെ ക്ലാസിക് ബൈഡേയിൽ നമ്മൾ ഹയർ ടൈം ഫ്രെയിംസിൽ കാണാറുള്ള ഒരു സിനാരിയോ അല്ലേ. സോ ഇതിപ്പോ ഒരു 1 മിനിറ്റിന്റെ ചാർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് 5 സെക്കൻഡിന്റെ ചാർട്ടിൽ ഇങ്ങനത്തെ ഒരു
മാർക്കറ്റ് മേക്കർ ബൈ മോഡൽ കാണാം. ഇതാണ് മാർക്കറ്റിന്റെ ഫ്രാക്ടാലിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ഫ്രാക്ടാലിറ്റി ആണ് നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ ഇങ്ങനത്തെ ഒരു റിട്രേസ്മെന്റ്സിനെയാണ് നമ്മൾ തിരിച്ച് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലേക്ക് ആ റിട്രേസ്മെന്റ് എക്സ്പെക്ട് ചെയ്തിട്ട് അവിടുന്ന് സ്മാർട്ട് മണി റിവേഴ്സൽ ഫോം ആയി നമ്മൾ തിരിച്ച് നമ്മുടെ കണ്ടിന്യൂഷൻ പ്രൈസ് റേഞ്ചിലേക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സെയിം സിനാരിയോ ഇവിടെ നടക്കുന്നത്. ഒരു ബുള്ളിഷ് മൂവ് തിരിച്ച് നമ്മളൊരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലേക്ക് റിട്രേസ് ആയി തിരിച്ച് പുഷ് ചെയ്തു, നമ്മൾ ഒറിജിനൽ കൺസോൾട്ടേഷൻ ഹൈ എടുത്തു. സോ നമ്മൾ അടുത്ത മൂവ് ക്രിയേറ്റ് ചെയ്തു, ആ മൂവിലുണ്ടായ ഗ്യാപ്പ് ബാലൻസ് ചെയ്തു, തിരിച്ച് നമ്മൾ ഒറിജിനൽ കൺസോൾട്ടേഷൻ എടുത്തു. പുഷ് ഫോർവേഡ്, തിരിച്ച് റിട്രേസ്മെന്റ്, ഒറിജിനൽ കൺസോൾട്ടേഷൻ ഹൈ എടുത്തു. സോ ഇത്രേ ഉള്ളൂ നിങ്ങളുടെ ട്രേഡിങ്ങിന്റെ ഓവറോൾ ഒരു സ്റ്റോപ്പ് ട്രെയിലിംഗ് ആണെങ്കിലും നിങ്ങളുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുകയാണെങ്കിലും. സോ ഒരു മാർക്കറ്റ് മേക്കർ മോഡലിന്റെ അകത്തൊരു മാർക്കറ്റ് മേക്കർ മോഡൽ, ആ മാർക്കറ്റ് മേക്കർ മോഡലിന്റെ അകത്തൊരു മാർക്കറ്റ് മേക്കർ മോഡൽ, ഇങ്ങനെയാണ് മാർക്കറ്റ് ഫുള്ളി മൂവ് ആവുന്നത്. മാർക്കറ്റ് മേക്കർ മോഡൽ എന്താന്ന് വെച്ചാൽ ഒരു ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് ആണ്. ഓക്കെ, നിങ്ങൾ കേട്ടു, ഒരു ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് ആണ് മാർക്കറ്റ് മേക്കർ മോഡൽ. സോ ഇതാണ് എനിക്ക് ഈ SMT-യുടെ വീഡിയോയിൽ പറയാനുള്ളത്. SMT-യുടെ വീഡിയോ വളരെ ക്ലിയർ ആയി എക്സ്പെക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് ഒരു ഹയർ ടൈം ഫ്രെയിം SMT കിട്ടി, നിങ്ങൾക്ക് ഒരു ലോവർ ടൈം ഫ്രെയിം എൻട്രി SMT കിട്ടി. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ ഹയർ ടൈം ഫ്രെയിം SMT നിങ്ങളുടെ ബയാസസ് ഫോം ചെയ്യാനും ലോവർ ടൈം ഫ്രെയിം SMTs നിങ്ങളുടെ എൻട്രീസ് ഫോം ചെയ്യാനും രണ്ടും കൂടെ ഒരുമിച്ച് ഫോം ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡബിൾ 100% ഷുവറിറ്റി ആണ്. നിങ്ങൾക്ക് അപ്പോൾ കുറച്ച് ഹൈ റിസ്കിൽ നിങ്ങൾക്ക് ട്രേഡിൽ എൻട്രി ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് SMTസിന്റെ ബേസിലും പ്രൊട്ടക്റ്റഡ് ലോസിന്റെ ബേസിലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോപ്സും ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുന്നവരാണെങ്കിലും, നിങ്ങൾക്ക് ഇപ്പം ഹയർ ടൈം ഫ്രെയിം ഇതിൽ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കൺഫർമേഷൻ ടൂള് കിട്ടി. ഇത് കപ്പിൾഡ് വിത്ത് നിങ്ങളുടെ ഇത്രയും നാൾ പഠിച്ച കാര്യങ്ങൾ, നിങ്ങളുടെ വീക്ക്ലി ബയാസ്, നിങ്ങളുടെ ഡെയിലി ബയാസ്, ഇതെല്ലാം വെച്ചിട്ട് SMT ഒരു ടൂളാണ് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട്. സോ ഇത് SMT ഫോം ആവുന്നു എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് ബൈയോ സെല്ലോ ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു കൺസോൾട്ടേഷൻ എൻഡ് ചെയ്യാൻ പോകുന്നത് ഒരു SMT ആയിരിക്കും. നിങ്ങളുടെ ആ ഒരു കൺസോൾട്ടേഷൻ എൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതും കൂടെ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടതാണ്. സോ കൺസോൾട്ടേഷനും ടൈം ഡിസ്റ്റോർഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ കൺസോൾട്ടേഷൻ മോസ്റ്റ്ലി ഒരു അക്യുമുലേഷൻ ഫേസ് ആണ്. ടൈം ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് ആൽഗോരിതംസ് അവരുടെ ഓർഡേഴ്സ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. നമ്മുടെ മാക്രോയ്ക്ക് മുമ്പേ ഉണ്ടാവുന്ന ഒരു പോസ് ഓഫ് പ്രൈസ് ആക്ഷൻ ആണ് നമ്മുടെ ടൈം ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. കൺസോൾട്ടേഷൻ മോസ്റ്റ്ലി ഒരു അക്യുമുലേഷൻ, ഒരു ഇനിഷ്യൽ കൺസോൾട്ടേഷൻ അക്യുമുലേഷൻ സ്റ്റേജ് ആണ്. ഒരു വലിയ പ്രൈസ് ഡെലിവറിക്ക് ശേഷമുള്ള ഒരു എന്താ പറയാ ഒരു പോസ്റ്റ് പീരിയഡ് ആണ് നമ്മുടെ കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് അതും മനസ്സിലായെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. സോ ഇത്രേ ഉള്ളൂ നമ്മുടെ SMT-യുടെ വീഡിയോ. സോ അടുത്ത വീഡിയോ വരുന്നവരെ ബി സേഫ്, ട്രേഡ് സേഫ്, ബൈ ഫോക്സ്.